ഹായ് ഫ്രണ്ട്സ്, നമ്മളങ്ങനെ റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റിൽ വന്നിരിക്കുകയാണ്. മൂന്നാറിലെ റിപ്പിൾ ടീയുടെ ടീ ഔട്ട്ലെറ്റ് വന്നിരിക്കുകയാണ്. ഒരു ടീ ഫാക്ടറിയാണ്, ഔട്ട്ലെറ്റിലെ ടീ ഫാക്ടറിയാണ്. ഈ ഫാക്ടറിയുടെ ഭാഗത്തേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ടിക്കറ്റ് നിരക്ക് 100 രൂപയാണ്. അപ്പോൾ ചായ പ്രൊഡക്ഷനും ബാക്കി അതിൻ്റെ ടെക്നിക്കൽ വശങ്ങളും നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഞങ്ങൾ അകത്തേക്ക് പ്രവേശിക്കണോ ഇല്ലെന്ന് നോക്കട്ടെ, ഞാൻ പറയാം. എന്തായാലും രസകരമായിട്ടുള്ള കാഴ്ചയായിരിക്കും. സ്റ്റേ ട്യൂൺ. നമ്മളങ്ങനെ കഴിഞ്ഞ ഏതാനും എപ്പിസോഡുകളായിട്ട് നമ്മൾ മൂന്നാറിനെ അങ്ങോട്ട് വിശദമായിട്ട് പകർത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്യാമറയിൽ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്തിട്ട് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിൻ്റെ സ്വന്തം ചായ കമ്പനിയായിട്ടുള്ള റിപ്പിൾ ടീ എന്നുള്ള റിപ്പിൾ ടീയുടെ ഒരു ഫാക്ടറിയിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് പഠിക്കാനും മനസ്സിലാക്കാനും ഗവേഷണം ചെയ്യുവാനും ഒരു സാധാരണക്കാരൻ്റെ ആംഗിളിൽ മനസ്സിലാക്കുവാനും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുവാനും മനസ്സിലാക്കുവാനും പഠിക്കുവാനും സാധിക്കും. അപ്പോൾ മൂന്നാറിൻ്റെ ഈ സ്വച്ഛസുന്ദരമായ പ്രകൃതിയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ട് റിപ്പിൾ ടീ ഔട്ട്ലെറ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്റ്റേ ട്യൂൺ ഫോർ വണ്ടർഫുൾ എപ്പിസോഡ്. അങ്ങനെ സുഹൃത്തുക്കളെ, ഞങ്ങൾ ആവേശഭരിതരായി നമ്മൾ റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റിൽ എത്തിയിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഇറങ്ങി റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റിൻ്റെ ഒരു വ്യത്യസ്തത നുകരാൻ വേണ്ടി ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാക്ടറി എൻട്രൻസും അതിൻ്റെ ടൈമിങ്സും ബാക്കി എല്ലാ കാര്യങ്ങളും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. അപ്പോൾ എൻട്രൻസിൻ്റെ ബോർഡ്, അതിലൂടെയുള്ള വഴി, ഇതെല്ലാം നമുക്ക് ശരിക്കും ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവാം. ഇവിടെ ടിക്കറ്റ് എടുക്കണം എന്നുള്ള ആഗ്രഹം ഉള്ള ആൾക്കാർക്ക് ടിക്കറ്റ് എടുക്കാം. പക്ഷേ ടിക്കറ്റിൻ്റെ റേറ്റ് നോക്കിയ സമയത്ത് പെർ ഹെഡ് അഡൽട്ട് 100 രൂപയും കുട്ടികൾക്ക് 12 വയസ്സിന് താഴെ 60 രൂപയും കണ്ടപ്പോൾ ഞങ്ങൾ തൽക്കാലം ആ പദ്ധതി ഉപേക്ഷിച്ചു. പിന്നെ നമ്മളിപ്പോൾ ഇതിന് ചുറ്റും ഒന്ന് കറങ്ങി നടന്ന് ഇവിടെ കിട്ടുന്ന ചായയും ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് വാങ്ങിച്ച് കുടിച്ച് നമ്മൾ ആ ആഗ്രഹം തീർക്കാം എന്ന് വിചാരിച്ചു. അപ്പോൾ ചായ അവർക്ക് പഞ്ചസാര ഇങ്ങനെ ഇട്ട് തരും. നമുക്കത് നല്ലപോലെ ഇളക്കിയിട്ട് ചായ കുടിച്ചു കഴിഞ്ഞാൽ ചായ സൂപ്പറാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചായയാണ് റിപ്പിൾ ടീയുടെ. ഇപ്പോൾ ശ്രീകുട്ടൻ ചൂടാറാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അവൻ നമ്മുടെ ആസ്ഥാന ഫോട്ടോഗ്രാഫറാണല്ലോ. ഇതാണ് 10 രൂപയാണ് റിപ്പിൾ ടീയുടെ ഒരു നമുക്കവിടെ കിട്ടുന്ന ഒരു ഗ്ലാസ് ചായയുടെ വില എന്ന് പറയുന്നത്. ഇത്തരം സ്പെഷ്യാലിറ്റി ടീ എല്ലാം അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിഷയാണെങ്കിലും രമചേച്ചിയാണെങ്കിലും സംഘം ചേർന്ന് അവരെ എന്തോ ഗൂഢാലോചനയെല്ലാം പറഞ്ഞ് അവർ ചായ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് എന്താ പറയുക, പ്രവേശിക്കാം. ഔട്ട്ലെറ്റിനകത്തേക്ക് പ്രവേശിക്കാം. ഇത് ഫാക്ടറി അല്ല കേട്ടോ, ഇത് റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റാണ്. ഇവിടെ വിവിധ രീതിയിലുള്ള റിപ്പിൾ ടീയുടെ ഉൽപ്പന്നങ്ങൾ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. സ്പെഷ്യാലിറ്റി ടീ, ബൈ 3 get 1 അങ്ങനെ ഓഫറുകളും എല്ലാം ഉണ്ട്. ഇവിടെ പല രീതിയിലുള്ള ഇത്തരം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമുക്കിവിടെ നിന്നും ശേഖരിക്കുവാൻ സാധിക്കും. ഞങ്ങളും കുറേ ചായയും കാപ്പിയും എല്ലാം ഇവിടുന്ന് വാങ്ങിച്ചായിരുന്നു. ഞങ്ങളുടെ വിസിറ്റ് എന്ന് പറയുന്നത് 2022 മാർച്ച് 13-14 ദിവസങ്ങളിലായിരുന്നു. ഒരു ശനി ഞായറുമായിരുന്നു. ഞങ്ങൾ ഒരു ഓട്ടപ്രദക്ഷിണമേ ഞങ്ങൾക്ക് മൂന്നാറിനെ ചുറ്റി നമുക്ക് കാണാൻ സാധിച്ചുള്ളൂ. ഒരു ഓട്ടപ്രദക്ഷിണം മാത്രമേ സാധിച്ചുള്ളൂ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഷോപ്പിങ്ങിൻ്റെ തിരക്കിലാണ്. അവരെല്ലാവരും ഷോപ്പിംഗ് തിരക്കിലാണ്. ഞാനിവിടെ മാക്സിമം ദൃശ്യങ്ങൾ പകർത്തുവാനുള്ള ഷൂട്ടിംഗ് തിരക്കിലുമാണ്. ഓഫറുകളെല്ലാം ഉണ്ട്. കുഴപ്പമില്ല. ഞങ്ങൾ ടീം ഇവരുടെ കോഫിയൊക്കെ ഉപയോഗിച്ച് നോക്കി. നല്ല ലളിതം സുന്ദരം എന്ന് പറയുന്ന പോലത്തെ പ്രോഡക്റ്റ്സാണ്. ഓഫേഴ്സ് എല്ലാം ഉണ്ടാവും ഓരോ ടൈമിങ്ങിലും. അത് വന്ന് വാങ്ങിച്ചിട്ട് പോവുക. ഞങ്ങളും മേടിച്ചു കുറച്ച് ചായ കാപ്പി കോംബോ ഓഫറെല്ലാം, ബൈ 2 get 1 ഫ്രീയുടെ സംഭവങ്ങളെല്ലാം നമ്മൾ വാങ്ങിച്ച് നമ്മളെല്ലാവരും 3 ഫാമിലി തമ്മിൽ ഷെയർ ചെയ്തു, കുറച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമുക്കിവിടെ റിപ്പിൾ ടീയുടെ ഔട്ട്ലെറ്റിൽ കാണാൻ സാധിക്കും. ബെസ്റ്റ് സെല്ലറിൻ്റെ ഒരു കൗണ്ടർ കാണുന്നുണ്ട്. അത് ഇവിടെ സിഗ്നേച്ചർ ടീ, ക്ലാസിക് ഗ്രീൻ ടീ ഒക്കെ ഇവിടെ ഹിൽ സ്റ്റേഷനിലെ മൂന്നാറിലൊക്കെ അടിപൊളി ഗ്രീൻ ടീസ് നമുക്ക് കിട്ടും കേട്ടോ. ഗ്രീൻ ടീ നമ്മുടെ നാട്ടിൽ കിട്ടും, പക്ഷെ എന്നാലും ഇവിടെ നിന്ന് മേടിച്ചിട്ട് പോകുമ്പോൾ നമുക്കൊരു സമാധാനം അല്ലേ. മൂന്നാറിന് ഗ്രീൻ ടീ വാങ്ങിച്ചെന്ന് പറയുമ്പോൾ സമാധാനം എന്ന് പറഞ്ഞതുപോലെ. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചാനുഭവങ്ങളെല്ലാം തേടി ഓഫറുകൾക്കിടയിലൂടെ നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ, സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചായ എവിടെ നോക്കിയാലും ചായയും കാപ്പിയും ഓഫറുകളും മാത്രമാണ്. അപ്പോൾ റിപ്പിൾ ടീ പ്രമോഷനും കാര്യങ്ങളൊന്നുമല്ല, നമ്മൾ കണ്ട കാര്യങ്ങൾ നമ്മൾ പറയണു എന്ന് മാത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും വന്ന് ആസ്വദിക്കാം. കാരണം ആ സമയത്ത് കുറച്ച് കോവിഡിൻ്റെ നിയന്ത്രണങ്ങളുള്ള സമയമായിരുന്നു. മാസ്ക് ഇടാതെ കയറാൻ പാടില്ല, ഇറങ്ങാൻ പാടില്ല, അത്തരം നിർദ്ദേശങ്ങളും നിഷ്കർഷിക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നു നമുക്ക് നമ്മൾ പോകുന്ന ആ സമയം. അവിടെ നമ്മൾ ഏകദേശം അവിടെ ഫാക്ടറി എല്ലാം ചുറ്റിക്കണ്ട് നമ്മൾ ഒരു ഏകദേശ രൂപധാരണ ഉണ്ടാക്കി. നമ്മൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും എല്ലാം ഈ പരിസരത്ത് നല്ല മനോഹരമായിട്ട് ഫ്രെയിംസ് നമുക്ക് കിട്ടിയായിരുന്നു. കുറേ ഫോട്ടോസ് നമുക്കിവിടെ നിന്ന് എടുക്കാൻ പറ്റിയായിരുന്നു. അതെല്ലാം എടുത്ത് രസകരമായിട്ടുള്ള
ഈ പ്രകൃതിയുടെ ഒരു ചാരുത നുകർന്നുകൊണ്ട് റിപ്പിൾ ടീ ഔട്ട്ലെറ്റിന് ചുറ്റിലും കറങ്ങി നടന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ പിന്നെയും. അപ്പോൾ പുറത്ത് ഇറങ്ങിയ സമയത്ത് ഇവിടെ ചെറിയ ഒരു പൂന്തോട്ടം ഇവർ ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. പൂന്തോട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഇരുന്നുകൊണ്ട് നിഷയും ശ്രീകുട്ടനും ഫോട്ടോ. പക്ഷേ പൂക്കൾ പറിക്കരുത് എന്നുള്ള ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ന്യായമായ ഒരു ആവശ്യം തന്നെയാണ്. കാരണം പൂക്കൾ പറിക്കാനും നശിപ്പിക്കാനും ഉള്ളതല്ലല്ലോ, അത് അങ്ങനെ കാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലോ. വെർട്ടിക്കൽ ഗാർഡൻ പോലെ എല്ലാം ഈ സൈഡിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ, നന്നായിട്ടുണ്ട്. നമുക്ക് വീടുകളിലൊക്കെ ഇപ്പോൾ കുറേ പേര് ചെയ്യുന്നുണ്ട്. കാരണം ഭൂവിസ്തൃതി കുറവുള്ള വീടുകളിലൊക്കെ സ്വാഭാവികമായിട്ടും അവർക്ക് ഇങ്ങനെ മേലോട്ട് പോകുന്ന ഗാർഡൻ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേക തരത്തിലുള്ളൊരു പന നമുക്കിവിടെ കാണാൻ സാധിക്കും. നമ്മുടെ നാട്ടിൽ കാണുന്ന ഈറൻ പന പോലെയൊക്കെ നമുക്ക് തോന്നി. അതുമായി ബന്ധപ്പെട്ട പോലത്തെ ചില ദൃശ്യങ്ങൾ നമുക്കിവിടെ കാണാൻ സാധിച്ചു. നമുക്ക് കേരളത്തിൽ നിന്ന് മാത്രമല്ല കേട്ടോ, ഇവിടെ നിന്ന് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും വിദേശത്തു നിന്നൊക്കെ ഈ മൂന്നാറിൻ്റെ പരിസരങ്ങൾ നുകരുവാൻ വേണ്ടി, പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. അത് നമ്മുടെ നാടിന് നമുക്ക് കിട്ടിയ ഒരു അഭിമാനം തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഡസ്റ്റ്ബിനൊക്കെ വെച്ചിട്ടുണ്ട്, പ്രോപ്പറായിട്ട് വേസ്റ്റൊക്കെ ഡിസ്പോസ് ചെയ്യാം. ടോയ്ലറ്റ് ഫെസിലിറ്റി എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യണം. പബ്ലിക് ടോയ്ലറ്റ്സ് ഒന്നും എവിടെ പോയാലും ഉണ്ടാവില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതൊരു പ്രൈവറ്റ് സ്പേസ് ആണെങ്കിലും അവരതിനൊരു വരുന്ന ആൾക്കാർക്ക് ഒരു സൗകര്യാർത്ഥം 100 രൂപ അടച്ച് ഫാക്ടറി കാണാൻ പോകുന്ന വ്യക്തിക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഹായ് ഫ്രണ്ട്സ്, നമ്മൾ റിപ്പിൾ ടീയുടെ ടീ ഫാക്ടറി ഔട്ട്ലെറ്റിലേക്ക് കയറിയില്ല. എന്നാലും ഈ ഫാക്ടറിയുടെ ഏകദേശം ഒരു രൂപരേഖ ഞാൻ കാണിച്ചു തന്നു. നമ്മൾ ചായ കുടിച്ചു. അതിൻ്റെ ഏകദേശം അകത്തേക്ക് പോകേണ്ട ആൾക്കാർക്ക് പോവാം, അത് മനസ്സിലാക്കാൻ നമുക്ക് സമയക്കുറവ് കാരണം ടീ ഷോപ്പിൻ്റെ ഫാക്ടറിയുടെ അകത്തേക്ക് പോയില്ല. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ നമുക്ക് നിർത്താം. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡുമായി നമുക്ക് മൂന്നാറിൻ്റെ കാഴ്ചകൾ കണ്ടിന്യൂ ചെയ്യാം. സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ മൂന്നാറിൻ്റെ യാത്രയുടെ എപ്പിസോഡ്സ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു സീരീസ് തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് പുറപ്പെട്ടതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ തമിഴ്നാട് വഴി ഉടുമൽപേട്ട വഴിയൊക്കെയാണ്, നമ്മൾ പൊള്ളാച്ചി വഴി ഉടുമൽപേട്ട വഴി ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയുടെ മുന്നത്തെ എപ്പിസോഡ്സിൽ കണ്ടിട്ടുള്ള എല്ലാ യാത്രകളും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് എത്തിയിരിക്കുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ മൂന്നാറിൻ്റെ ആസ്ഥാന ചായ കമ്പനിയായിട്ടുള്ള റിപ്പിൾ ടീ എന്നുള്ള ഫാക്ടറിയുടെ ഔട്ട്ലെറ്റും അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് കടക്കുക എന്ന് പറഞ്ഞത്, കടന്നു കഴിഞ്ഞാലും നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഒരുപാട് ഫീസും കാര്യങ്ങളും എല്ലാം കൊടുക്കണം. പെർ ഹെഡ് 100 രൂപ വെച്ച് കൊടുക്കണം. പിന്നെ ടീ ഫാക്ടറിയുടെ പ്രവർത്തനം എന്ന് പറയുന്ന വിഷയം ഒരുപക്ഷെ എല്ലാവർക്കും അത്ര താല്പര്യമുള്ള വിഷയം ആയിക്കൊള്ളണമെന്നില്ല എന്നുള്ളത് കൊണ്ടും, പിന്നെ നല്ല തിരക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാരണം കൊണ്ടും നമ്മൾ വിശദമായിട്ടും ഈ ടീ ഫാക്ടറിയുടെ അകത്ത് കയറി അതിൻ്റെ പ്രോസസ്സും മറ്റുള്ള കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. അതാണ് ഒരു പരമാർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ്സ് എല്ലാം നമ്മൾ കാണണം. കാരണം ഈ എപ്പിസോഡിൽ വലിയ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിലും കൂടെ കഴിഞ്ഞ എപ്പിസോഡ്സിൽ നമ്മൾ അടിപൊളി മാട്ടുപ്പെട്ടി ഡാമിലൂടെയുള്ള ബോട്ട് യാത്രയും എല്ലാം നമ്മൾ കണ്ടിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പുള്ള എപ്പിസോഡ്സിൽ എക്കോ പോയിൻറ്റും അതുപോലെ മൂന്നാറിൻ്റെ ഏറ്റവും സവിശേഷമായ ഒട്ടനവധി കാഴ്ചകൾ കാണിച്ചിട്ടാണ് നമ്മളിന്ന് നിങ്ങളുടെ മുമ്പിൽ ഈ റിപ്പിൾ ടീയുടെ എപ്പിസോഡുമായി വന്നിരിക്കുന്നത്. ഇനി അടുത്ത എപ്പിസോഡിൽ മൂന്നാറിൻ്റെ കുറച്ചുകൂടെ കാഴ്ചകൾ ബാക്കിയുണ്ട്, അതെല്ലാം വിടാതെ കാണണം. അപ്പോൾ ഈ എപ്പിസോഡിൻ്റെ ചെറിയൊരു സംഭവം ഞാൻ പറഞ്ഞാണ്. കാരണം അതുകൊണ്ടാണ് ടീ ഫാക്ടറിയുടെ അകത്ത് നമുക്ക് കയറി ഷൂട്ട് ചെയ്യാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ശ്രമിക്കാതിരുന്നത് എന്നുള്ളത് വസ്തുത. അങ്ങനെയാണെങ്കിലും കൂടെ ഏകദേശം ടീ ഫാക്ടറിയുടെ ഒരു ഔട്ടർ വ്യൂ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ ശ്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. മൂന്നാറിൻ്റെ കാഴ്ചകൾ തുടർന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയ ആൾക്കാർ ദയവേത് അത് ചെയ്യുമല്ലോ. സോ സ്റ്റേ ട്യൂൺഡ്.